ജയനോട് അവൾ നേരത്തെ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? അതിന്ന് അവൾ മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാറണം, മാറ്റണം. നിങ്ങൾ പറഞ്ഞ അവള് കേൾക്കും. രാജേട്ട, അത്രയെങ്കിലും കാരുണ്യം നമ്മൾ ജയനോട് ചെയ്യണ്ടേ? അവന്റെ മനസ്സ് മുറിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോരുന്നത് ശരിയല്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവളോട് സംസാരിക്കാം. കുട്ടികളെ കൊണ്ടുവരുന്നത് ലേഖയുടെ പ്രസവം കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ അവളോട് പറയാം. എന്തായാലും ഇവിടെയും 2 കുഞ്ഞുങ്ങൾ വരാൻ പോവുകയല്ലേ. അതിന് നമുക്കും ചില തയ്യാറെടുപ്പുകൾ നടത്താനില്ലേ? അതും കൂടി മനസ്സിൽ കണ്ടിട്ടാ ഞാനത് പറഞ്ഞത്. അവന്റെ മനസ്സ് കുട്ടികളെ വിട്ടുകൊടുക്കാൻ പാകപ്പെടണ്ടേ? അങ്ങനെ ഒരു പാകപ്പെടൽ ഒരിക്കലും ഉണ്ടായില്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മക്കളെ എന്നേക്കുമായി ഞാൻ വേണ്ടെന്ന് വെക്കണം? അത് പറ്റില്ലമ്മേ. നിങ്ങൾ പറയും പോലെ ഇനിയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. നാളെ തന്നെ ഞാൻ പോയി എന്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരും. മോളെ, കുഞ്ഞുങ്ങളെയും കൂട്ടി നീ ഇവിടെ വന്ന് ജീവിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. പക്ഷേ അത് ലേഖയുടെ പ്രസവം കഴിഞ്ഞാവുമ്പോൾ അവന്റെ സങ്കടം കുറച്ചു കുറയും. അതുവരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത്? ഇല്ലച്ച, ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം. ഒരു കുഞ്ഞാ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജേട്ടന്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാവില്ല. ചേച്ചി പറഞ്ഞതാ ശരി. എപ്പോഴായാലും കുട്ടികളെ പിരിയുന്നതിന്റെ വേദന ജേട്ട അനുഭവിച്ചേ പറ്റൂ. ഇപ്പോഴാവുമ്പോ ജേട്ടന്റെ കേസിൽ നിന്ന് രക്ഷിച്ചതിന്റെ സ്നേഹം ജേട്ടന്റെ ഉള്ളിൽ കാണും. ചേച്ചി ചെന്ന് ചോദിച്ചാ തീർച്ചയായിട്ടും ജേട്ടൻ കുട്ടികളെ വിട്ടുതരും. എന്നാ പിന്നെ നാളെ ഞാനും കൂടി വരാം. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അത് വേണ്ടച്ച, ജേട്ടന്റെ മനസ്സ് എനിക്കറിയാം. ഞങ്ങളുടെ മക്കളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കും ജേട്ടനും ഇടയിൽ മറ്റാരും വേണ്ട. അത് ജേട്ടന് ഇഷ്ടാവില്ല. അത് ശരിയാ. ചേച്ചി ഒറ്റയ്ക്ക് പോയി സംസാരിക്കുന്നത് തന്നെ നല്ലത്. അല്ല മോളെ, അവന് കുറച്ചുകൂടി സമയം കൊടുത്തിട്ട് മതിയെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ലമ്മേ, ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ: സമയം. സമയത്തിന്റെ വില അറിയാതെ തീരുമാനങ്ങളെടുത്ത് ജീവിതം നഷ്ടപ്പെടുത്തിയവളാ ഞാൻ. ഇനിയുള്ള ജീവിതത്തിൽ എന്റെ സമയത്തിന്റെ ഒരു മാത്ര പോലും ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇവിടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു ചോദ്യമേ ഉള്ളൂ: ഇനിയും എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തണോ? എന്റെ മക്കളെ ഞാൻ വിട്ടുകൊടുക്കണം? എന്താ, ആർക്കും മറുപടിയില്ലേ? വേണ്ട, നിന്റെ മക്കളെ നീ ഇനി ആർക്കും വിട്ടുകൊടുക്കണ്ട. നിനക്കിഷ്ടമുള്ള സമയത്ത് നിനക്ക് അവരെ വിളിച്ചോണ്ട് വരാം. രാജേട്ടാ, വേണ്ട, ഇനി നടപ്പാകേണ്ടത് നമ്മുടെ അഭിപ്രായങ്ങളല്ല, ഇവളുടെ തീരുമാനമാണ്. അമ്മേ, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടാവും. അരുന്ധതി ഇനി തോൽക്കില്ല ആരുടെ മുൻപിലും. അമ്മേ, ഇതൊരു പെണ്ണിന്റെ മനസ്സിൽ നിന്നുള്ള ഉറച്ച തീരുമാനമാണ്. അത് മാറ്റാൻ ആർക്കും പറ്റില്ല. എത്ര വിദഗ്ധമായി കുറ്റകൃത്യം നടത്തിയാലും ദൈവത്തിന്റെ അദൃശ്യമായ ഒരു നിഴൽ സത്യത്തിന് പിന്നാലെ സഞ്ചരിക്കുകയും പ്രതിയെ കണ്ടെത്തുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. ആത്മാവിന്റെ പടിവാതിൽക്കൽ സത്യം വന്ന് മുട്ടുമ്പോ ആരും ഇതുപോലെ ഭയന്നു പോവും, വെപ്രാളപ്പെട്ടു പോവും. ഇനിയും ഇയാളെ ജാമ്യത്തിൽ വിട്ടാൽ എമിലിയുടെയും വിജയന്റെയും അടക്കം പല ജീവനുകൾക്കും അതൊരു ഭീഷണിയായി. ഡോക്ടർ സിദ്ധാർത്ഥൻ എന്ന ഇന്റർനാഷണൽ ക്രിമിനലിന്റെ യഥാർത്ഥ മുഖം കാണാൻ പോകുന്നത് ഇനിയാണ്. ഈ നിൽക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥൻ ഒരു കൊടും ക്രിമിനലാണ്.
ആരാ? സുഗുണപാല സാറാ. ഹലോ, എന്താ സാറേ ഈ രാത്രിയിൽ? വിജയ, ഉറങ്ങിയോ നീ? ഇല്ല. എന്താ സാറേ, പ്രശ്നം വല്ലതുണ്ടോ? വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താ സാറേ? ആ സിദ്ധാർത്ഥൻ ആശുപത്രിയിൽ. അതെന്ത് പറ്റി? എന്നിട്ട് കുഴപ്പം വല്ലതുണ്ടോ സാറേ? അതറിയത്തില്ല, ഞാൻ അങ്ങോട്ട് പോവുക. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ നിന്നെ അറിയിക്കാം. അപ്പൊ ശരി. ശരി സാർ. എന്താ വിജയേട്ടാ? എടീ വരതെ, ആ സിദ്ധാർത്ഥൻ നെറ്റി ഇടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലില്ല. വരതെ, നമ്മൾ സൂക്ഷിക്കണം. അവൻ മനസ്സിൽ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്തത്. എനിക്ക് പോകണം, എനിക്ക് പോകണം. എന്നെ ഒന്ന് അഴിച്ചുവിടാൻ ഇവരോടൊന്ന് പറയും. വേണ്ടാതെ അവിടെ ഇരുന്നോണം. നല്ല മുറിവുണ്ട്, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. നാളെ ENT വന്നിട്ട് കൂടുതൽ പരിശോധന നടത്തണം. വീട് അവിടെ. എനിക്ക് പോകണം. വീട് എന്താടോ? സുഗുണമാല, താൻ വന്നോ? മതി, എനിക്കത് മതി. ഇനി എല്ലാം ശരിയാവും. അവളെ നമുക്ക് കൊല്ലണമടോ. അവളെ മാത്രമല്ല, എന്റെ ജീവിതം തൊലച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല. ഇത് തന്നെ സാറേ എപ്പോഴും പറയുന്നത്, എല്ലാരെയും കൊല്ലണമെന്നാ ഇപ്പോഴും മനസ്സിൽ. എവന് ഭ്രാന്താടോ? അതിനുള്ള ചികിത്സ അവന് വേണ്ടത്. എടോ സിദ്ധാർത്ഥ, അടങ്ങി ഒതുങ്ങി ജയിലിൽ കിടന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ പിന്നെ അതിനകത്തുള്ളവന്മാരെടുത്തിട്ട് മെതിക്കും. ഭ്രാന്താണെന്നൊന്നും അവന്മാര് നോക്കത്തില്ല. ആർക്കാടോ ഭ്രാന്ത്? എനിക്ക് ഭ്രാന്തില്ല. ആരാ പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്ന്? എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന എല്ലാത്തിനെയും ഞാൻ കൊല്ലും. സുഗുണവാല, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കടോ. തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പ്ലീസ് പ്ലീസ് സുഗുണവാല, പ്ലീസ് ഹെൽപ്പ് മീ. സിദ്ധാർത്ഥ, എനിക്ക് നിന്നെ ഒരു തരത്തിലും സഹായിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ രക്ഷപ്പെട്ടത് ഒരു പരുവത്തിന്. ഇനിയും നിന്നെ രക്ഷിച്ച് പണി മേടിക്കാൻ ഞാനില്ല. എന്നെ ചതിച്ചവനാ താൻ. തന്നെയും ഞാൻ വെറുതെ വിടില്ല. അതുകൊള്ള ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറ്. എടോ, ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. അതിന് ചില നാടകങ്ങളൊക്കെ കളിക്കേണ്ടി വന്നു മാത്രം. നീ ഇപ്പൊ എന്തുവാ ഈ ചെയ്തു കൂട്ടിയത്? ആരെ തോപ്പിക്കാനാ നീ ഈ നെറ്റി ഇടിച്ച് പൊട്ടിച്ചത്? ജയിലിൽ നിന്ന് രക്ഷപ്പെടാനാണോ? എനിക്ക് പോകണം, എനിക്ക് പോകണം. എന്നെ രക്ഷിക്കു സുഗുണവാല. താൻ എന്റെ കൂടെ നടന്നതല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചുകൂടെ തനിക്ക്? ഞാൻ എങ്ങനെ നിന്നെ രക്ഷിക്കും? എന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല. ഇനി നിന്റെ കാര്യത്തില് വിധി മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ വിധി ഞാൻ തീരുമാനിക്കും. സുഗുണവാല, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. നീ പറഞ്ഞേക്കവളോട്, അരുന്ധതിയോട്. അവളെ ഞാൻ നശിപ്പിച്ച് കൊന്ന് കൊല വിളിക്കും. നീ ഇപ്പൊ പോ സുഗുണവാല, പോയി അവൾക്ക് രക്ഷയൊരുക്ക്. പക്ഷേ നീ എത്ര ശ്രമിച്ചാലും അവളെ ഞാൻ കൊല്ലും, കൊന്നിരിക്കും. നീ ഇത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ സിദ്ധാർത്ഥ? നീ ഒന്ന് അടങ്ങ്. കുറച്ചു കാലം ജയിലിനകത്ത് കിടന്ന് നരകിച്ച് കഴിയുമ്പോ നീ അങ്ങ് നന്നാവും. നല്ല സ്വർണം ശുദ്ധി ചെയ്തെടുത്തതുപോലെ നന്നാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡോ, സൂക്ഷിച്ചോണം. യവനൊരു വല്ലാത്ത ജാതിയാ. സിദ്ധാർത്ഥ മോനെ, ഞാൻ പോട്ടറാ. നമുക്ക് വീണ്ടും കാണണം. പൊയ്ക്കോ, നീ പൊയ്ക്കോ സുഗുണവാല. പക്ഷേ അവളെ ഞാൻ വിടില്ല. എന്റെ ജീവിതം കൊലച്ചവളെ കൊല്ലണം, കൊല്ലണം. എനിക്ക് കൊല്ലും ഞാൻ. അമ്മേ, എന്താ? അമ്മയുടെ വയറ്റില് അനിയൻ വാവയാണോ അതോ അനിയത്തി വാവയാണോ? ഇത് എത്രാമത്തെ പ്രാവശ്യം ചോദിക്കുന്നേ? മോനാരേ വേണ്ടേ? അനിയനെയാണോ അതോ അനിയത്തിയാണോ? എനിക്ക് അനിയത്തി വാവ മതി. ആണോ? അനിയത്തി വാവേ, ഇത് ചേട്ടനാ. വാവ എപ്പോഴാ വരുന്നേ? വേഗം വരണേട്ടോ. വക്കീലമ്മേ. എന്താ? അതെ,
എനിക്ക് അനിയൻ വാവ മതി. വേണ്ട, എനിക്ക് അനിയത്തി മതി. അത് ശരി, ഇപ്പൊ ഞാൻ കുടുങ്ങിയല്ലോ. അതെ, അനിയനായാലും അനിയത്തിയായാലും ആ വവ നിങ്ങളുടേതാ. പോരാ, അത് മതി. അച്ഛൻ വന്നല്ലോ. എല്ലാരും കൂടെ എന്തെടുക്കോ? ഒരാൾക്ക് അനിയത്തി വേണം, വേറൊരാൾക്ക് അനിയനെ വേണം. എന്തായാലും ഞാൻ കുടുങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ. ലേഖ, എനിക്ക് എന്റെ മക്കളോടൊന്ന് തനിച്ച് സംസാരിക്കണം. ശരി, ജേട്ട സംസാരിക്കേ. പക്ഷേ കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അച്ഛനൊരു കാര്യം ചോദിച്ചാ മക്കള് സത്യം പറയൂ? അമ്മ വന്ന് വിളിച്ച നിങ്ങൾ രണ്ടാളും അച്ഛനെ ഉപേക്ഷിച്ച് അമ്മയുടെ കൂടെ പോവും? മോനെ, എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടുന്നത്? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ഡോക്ടർ? മുമ്പ് എപ്പോഴെങ്കിലും ഇയാൾക്ക് ഇതുപോലെ മെന്റൽ പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഓ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അതേ ഹൈ പ്രഷർ തന്നെയാ ഇപ്പോഴും. ഉള്ളിലുള്ള പക കാരണം അനുഭവിക്കുന്ന സ്ട്രെസ് വളരെ കൂടുതലാണ്. ഒരു വല്ലാത്ത കൊലപാതക പ്രവണതയിലാണ് ഇയാളുടെ മനസ്സ്. ആരാ അരുന്ധതി? ഭാര്യയാണോ? അതെ, അവരെ കൊല്ലുമെന്നാണല്ലോ ഇയാൾ പറയുന്നത്. അവള് തന്നെയാ ഇവനെ ഈ നിലയിലാക്കിയത്. ഇവനെതിരെ കേസ് വാദിച്ച് ഇവനെ ജയിലിലാക്കിയതും അവള് തന്നെയാ. ഓ, അത് ശരി. അതിരിക്കട്ടെ, മുമ്പ് എപ്പോഴാണ് ഇയാൾക്ക് ഇതുപോലെ മെന്റൽ സ്ട്രെസ് ഉണ്ടായത്? പറയൂ, എന്തായിരുന്നു ഇതിന് കാരണം? അത് ഇവൻ ജീവനെ പോലെ സ്നേഹിച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോ. എന്നായിരുന്നു അത്? ഒരു 10-12 വർഷം മുമ്പാ. അപ്പൊ ശരി, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചികിത്സയിൽ വളരെയേറെ ഗുണപ്രദമാണ്. പോകാം. മോനെ, ഇനി ആരോടും പകയും വൈരാഗ്യം ഒന്നും വേണ്ട. നിന്റെ പ്രവൃത്തിക്ക് ദൈവം തന്ന ശിക്ഷയായി. മിണ്ടരുത്, പൊയ്ക്കോ, പോകാൻ. കൊല്ലും, അവളെ ഞാൻ കൊല്ലും. മോനെ, ഇല്ല ചേട്ടാ, ഞാൻ പറയാം. ഇല്ലെങ്കിൽ അച്ഛനോട് ജയേട്ടൻ തന്നെ സംസാരിക്കും. ദാ അച്ഛാ, ജയേട്ടനാ അച്ഛനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അച്ഛൻ എന്തായി കാണിച്ചേ? എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ല. അച്ഛാ, ചേച്ചിതേ പോവാൻ റെഡിയായി നിൽക്കുക. അതിന് അവളോട് ഞാൻ പോകണ്ടെന്ന് പറയണം? ഒരിക്കലും ഇല്ല. അച്ഛാ, കുറച്ച് സാവകാശം ജയേട്ടന് കൊടുക്കണം. അത് പറയാനാ ജയേട്ടൻ വിളിച്ചത്. നന്ദ, ഇനി എന്തിന് സാവകാശം? ശത്രുവിന് സാവകാശം കൊടുത്ത യുദ്ധങ്ങളൊന്നും ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. ഒരു തീരുമാനം എടുത്താൽ 1 മിനിറ്റ് നഷ്ടപ്പെടുത്താതെ അത് നടപ്പാക്കണം. അപ്പോ ജയേട്ടനെ ചേച്ചി ശത്രുപക്ഷത്താണോ കാണുന്നത്? നന്ദ, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെയാ. നമ്മുടെ തീരുമാനത്തിനെതിരെ ആര് നിന്നാലും അവരെല്ലാം മനസ്സുകൊണ്ട് നമ്മുടെ ശത്രുപക്ഷത്ത് തന്നെ. ഇവിടെ ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. ന്യായം ഇവിടെ എന്റെ പക്ഷത്താ. ഒരു ദിവസമോ ഒരാഴ്ചയോ സമയം നീട്ടിക്കൊടുത്തതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം മാറില്ല. അപ്പൊ പിന്നെ ഇന്ന് തന്നെ എന്റെ മക്കളെ പോയി വിളിച്ചോണ്ട് വരുന്നതല്ലേ നല്ലത്? എന്നാലും ചേച്ചി, ജയേട്ടന്റെ മനസ്സ് കാണാതിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റും, എനിക്ക് പറ്റും. ആരുടെ കണ്ണീരിന് മുൻപിലും പതറാതെ മനസ്സ് കട്ടിയാക്കിയേ പറ്റൂ. ഞാനത് ചെയ്യുന്നുണ്ട്.
തീരുമാനങ്ങൾ വേണ്ട സമയത്ത് എടുക്കാൻ പറ്റാതെ പോയതാ എനിക്ക് പറ്റിയ പരാജയം. ഇനി അതുണ്ടാവില്ല. നീ പേടിക്കണ്ട. ഞാനും മക്കളും നിനക്കൊരു ബാധ്യതയാവില്ല. നീ എന്ത് തോന്നിയാസായി പറയുന്നേ? ദേ, നീ വലിയ വക്കീലായെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഒരെണ്ണം ഞാൻ പൊട്ടിക്ക് പറഞ്ഞേക്കാം. നീയും മക്കളും ബാധ്യതയാണെന്ന് ആരാടി പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. അമ്മേ, സ്വന്തം വീട്ടിലായാലും അമ്മയും അച്ഛനും സഹോദരങ്ങളും ആയാലും നമ്മൾ പാലിക്കേണ്ട ചില കടമകളുണ്ട്, മര്യാദകളുണ്ട്. എന്നും എല്ലാവരുടെയും മനസ്സും പ്രവൃത്തി ഒരുപോലെ ഇരിക്കുമോ? നീ എന്താടി ഈ പറഞ്ഞു വരുന്നേ? അത് കുട്ടികളെയും കൊണ്ട് ഞാൻ തിരിച്ചിവിടേക്കല്ല വരുന്നത്. കുട്ടികളെയും കൊണ്ട് ഞാൻ തിരിച്ചിവിടേക്കല്ല വരുന്നത്. പിന്നെ അവരെയും കൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നേ? അതൊരു പുതിയ വീട്ടിലേക്കാ. ഏത് വീട്? ഞങ്ങളറിയാതെ നീ വാടക വീട് ശരിയാക്കി. ചേച്ചി ചേച്ചി വീട്ടിൽ നിന്ന് പോവുകയാണോ? മക്കളും ചേച്ചിയും ഈ വീട്ടിൽ എന്നും ഉണ്ടാകുമല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ. ചേച്ചി ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ എന്നെ ചേച്ചിയുടെ അസിസ്റ്റന്റ് ആക്കാന്ന്? ജീവിതകാലം മുഴുവനും ഞാൻ ചേച്ചിയുടെ അസിസ്റ്റന്റ് ആയിക്കോളാം. എന്നാലും ചേച്ചി ഇവിടുന്ന് പോകരുത്. എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. മെറ്റിൽഡ, നീ വിഷമിക്കണ്ട. ഞാനും എന്റെ മക്കളും ഒന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചേ ഉള്ളൂ. അത് ദൂരെയെങ്ങുമല്ല, നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെയാ. അതെന്തിനാടി മോളെ കൺവെട്ടത്ത് വേറെ താമസിക്കുന്നത്? എന്നാ പിന്നെ ഇവിടെ തന്നെ താമസിച്ചുകൂടെ? അപ്പോ പിന്നെ എന്നും ഞങ്ങൾക്കും കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമല്ലോ. അവരുടെ സ്നേഹം ഞങ്ങൾക്ക് നിഷേധിക്കുന്നത് എന്തിനാ? ആർക്കും ഒന്നും നിഷേധിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും വരാതിരിക്കാനാ. നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നീ മക്കൾ ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കുഴപ്പം വരാനാ? അമ്മേ, ഈ വീട്ടില് 2 കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോവാ. എന്നെ തേടി വരുന്ന ദുരന്തങ്ങളൊന്നും ഇനി ഈ പടി കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല. നീയും മക്കളും കൂടി ഒറ്റയ്ക്ക് താമസിച്ച അവിടെ നിനക്കൊരു കൂട്ടിന് ആരുണ്ട്? എനിക്ക് അവിടെ കൂട്ടിന് ആളുണ്ട്. എന്റെ കാര്യോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. ചേച്ചി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ചേച്ചി പോവുകയാണോ? ചേച്ചിക്ക് എന്ത് സഹായത്തിനും ഞങ്ങളില്ലേ? ഈ വീട് വിട്ട് പോകേണ്ട കാര്യമുണ്ട് ചേച്ചി. എടാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. ആ, ദാ എന്റെ സഹായിയും എത്തി. ഞാൻ സമയത്ത് തന്നെ എത്തിയല്ലോ അല്ലേ മോളെ? ആരും പേടിക്കണ്ട. ഇവളുടെ സ്വന്തം വീട്ടിലാ താമസിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇവളുടെ പേരിൽ ജയൻ പണ്ട് വാങ്ങിയ ആ പുഴക്കരപ്പറമ്പിലെ സ്ഥലമില്ലേ, അന്ന് ജയൻ പറഞ്ഞിട്ട് ഇവൾ എനിക്ക് എഴുതി തന്നത്. അത് ഞാൻ ഇവളുടെ മക്കളുടെയും പേരിൽ അങ്ങ് എഴുതി വെച്ചു. അതിന്റെ കടലാസാ ഇത്. ഇതങ്ങ് വാങ്ങും മോളെ. അമ്മാവ, ഇത് വേണ്ടിയിരുന്നില്ല. തൽക്കാലത്തേക്ക് മാത്രമൊന്നല്ല ഞാൻ പറഞ്ഞത്. മോളെ, ആ മണ്ണിന് അർഹതപ്പെട്ടവര് നിന്റെ മക്കളാ. എനിക്കത് ദഹിക്കത്തില്ല. ആ, വീടെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഓഫീസ് മുറിയും ശരിയാക്കി. വീട്ടുപടിക്കൽ അഡ്വക്കേറ്റ് അരുന്ധതി എന്ന ബോർഡും വെച്ചു. പോരെ? ഇത് വാങ്ങിക്കും മോളെ. ഇത് ആ മണ്ണിന്റെ ആധാരവും ഇത് ആ വീടിന്റെ താക്കോലുവാ. പിടിക്കും മോളെ. ഇനി നിങ്ങളാരും ഇവളുടെ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഇവക്കും മക്കൾക്കും ഒരു സഹായത്തിന് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോഴാ വിളച്ചേട്ടാ ആശ്വാസമായത്. മോളെ, എനിക്കൊരു സംശയം. എന്താ അമ്മാവ? മോള് ചെന്ന് വിളിച്ച ആ കുഞ്ഞുങ്ങൾ വരുമോ? Yeah.